ഇന്നലെ അന്തരിച്ച നടി കൽപ്പനയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. മൃതദേഹം തൃപ്പൂണിത്തുറയിലെ ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് പുതിയകാവിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. വിശദാംശങ്ങളുമായി ഇപ്പോൾ സമീർ വാഴങ്കോട് ചേരുകയാണ്. സമീർ, വിവരങ്ങൾ. സുരക്ഷയെ 12:30 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം 1:45 ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ ലായം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിവിധ തുറയിൽപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഇഷ്ടതാരത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആരാധകരായിട്ടുള്ള കൽപ്പനയെ നെഞ്ചിലേറ്റിയ, കലയെ നെഞ്ചിലേറ്റിയ നിരവധി പേരുടെ ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 3 മണി വരെയാണ് ഇവിടുത്തെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ എത്തി വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് 3:30 വരെ നീട്ടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം 1 മണിക്കൂർ അവരുടെ വീട്ടിൽ തൃപ്പൂണിത്തുറയിലെ പുതിയകാവിലെ അവരുടെ ഫ്ളാറ്റിലായിരിക്കും 1 മണിക്കൂർ പൊതുദർശനം വയ്ക്കുക. അതിനുശേഷമായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകളുള്ളത്. അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും സംസ്കാരം എന്ന് നേരത്തെ മന്ത്രി തിരുവനന്തപുരം രാധാകൃഷ്ണൻ അറിയിച്ചിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് അവരുടെ ഇഷ്ടതാരത്തെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. കൽപ്പനയുടെ ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കുന്ന കലാലോകം അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോൾ ലായം കൂത്തമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനമായും സിനിമാ മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും പ്രധാനപ്പെട്ട ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് മണിയൻ പിള്ള രാജു, അതോടൊപ്പം തന്നെ സിദ്ദീഖ്, കുക്കു പരമേശ്വരൻ, ഇടവേള ബാബു, സീനത്ത്, ആദിലക്ഷ്മി, രമ്യ നമ്പീശൻ തുടങ്ങിയിട്ടുള്ള താരങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള നിരവധി പേരുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുൻ മന്ത്രി കെ ബാബു, IB ഈഡൻ MLA തുടങ്ങിയവരും, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ MP തുടങ്ങിയിട്ടുള്ള നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തുറയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 മണി വരെയായിരിക്കും ഇവിടുത്തെ ഈ പൊതുദർശനം നീളുക. അതിനുശേഷവും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ 1/2 മണിക്കൂർ കൂടി പൊതുദർശനം നീട്ടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം 1 മണിക്കൂർ അവരുടെ വീട്ടിലാണ്, അവരുടെ ഫ്ളാറ്റിലാണ് പൊതുദർശനം ഉണ്ടായിരിക്കുക. അവിടെയും ഈ വിധത്തിലുള്ള തിരക്ക് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവരുടെ ബന്ധുക്കളെല്ലാവരും എത്തിയിരിക്കുന്നത് ആ ഫ്ളാറ്റിലേക്കാണ്. ഇവിടെ ഒരു പൊതു ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കാണുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള ഒരു പൊതുദർശനമാണ് ഇപ്പോൾ ഈ ലായം കൂത്തമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ അവരുടെ ഫ്ളാറ്റിലും ഇത്തരത്തിലുള്ള പൊതുദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂത്തമ്പലത്തിലേക്ക് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ വേറെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ കൂത്തമ്പലത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ വിധത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സഹപ്രവർത്തകരായിരുന്ന നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സുഹൃത്തുക്കളും അവർക്കുണ്ട്. ഒരു നല്ല സുഹൃത്തും ഉപദേശി കൂടിയാണ് എന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കൽപ്പന. അതുകൊണ്ട് തന്നെ ആ കൽപ്പനയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. സുരേഷ്, വിശദാംശങ്ങളുമായി സമീർ തുടരും. ഇന്നലെ അന്തരിച്ച നടി കൽപ്പനയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. മൃതദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് പുതിയകാവിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രിയ നടി കൽപ്പനയെ അവസാനമായി കാണാൻ കലാ ആസ്വാദകരും അതോടൊപ്പം തന്നെ സിനിമ, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിലെ പ്രമുഖരായ ആൾക്കാരും ഇപ്പോൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. സമീർ ഒരിക്കൽ കൂടി ചേരുകയാണ്. സമീർ, മലയാള സിനിമയിലെ ഏറെ ജനപ്രിയയായ ഒരു കലാകാരി കൂടിയാണ് കൽപ്പന. അതായത് അപ്രപാളികളിൽ നിന്നും ഇറങ്ങി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നാലും അവരിൽ ഒരാളായി ജീവിക്കാൻ കൽപ്പനയുടെ വൈഭവം ഏറെ പ്രശംസനീയമാണ്. അത് പല ആൾക്കാരും
ഇന്നലെ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അപാലവൃന്ദം ജനങ്ങൾ തന്നെ അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതായത് തങ്ങളുടെ പ്രിയ കലാകാരി, തങ്ങളിൽ ഒരാളായി തങ്ങളുടെ കൂടെ ജീവിച്ച കലാകാരിയെ അവസാനമായി കാണാൻ എത്രത്തോളം ജനങ്ങളുടെ ഒഴുക്കാണിപ്പോൾ അവിടെ ഉള്ളത്? തീർച്ചയായും സുരേഷ്, ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് ഉയർന്നു വന്നെങ്കിൽ കൂടി തന്റെ നാടിനോടും കൂട്ടുകാർക്കും ഒപ്പമുള്ള അവരുടെ ഒരു സഹവാസവും ഇടപെടലും അങ്ങേയറ്റം പ്രശംസനീയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ കാണുന്നതിന് വേണ്ടിക്കൊണ്ടും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ടുള്ള അവരുടെ നാട്ടുകാരും അവരുടെ ഒരു പരിചയവും ഇല്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ കൂടി, ചലച്ചിത്ര മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള അവരുടെ ആ ഒരു ആരാധക വൃത്തങ്ങൾക്കൊപ്പം അവരെ വ്യക്തിപരമായിട്ട് അറിയുന്നവരുടെ കൂടെ വലിയ ഒരു ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഉള്ളത്. നമുക്കറിയാം, 1965 ഒക്ടോബർ 5 ജനിച്ച അവർ ആദ്യമായി ചലച്ചിത്ര മേഖലയിലേക്ക് ബാലതാരമായി അവർ പ്രവേശനം ചെയ്യുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഹാസ്യ കലാതാരമായി അവർ ഉയർന്നു വരുന്നു. മലയാളികളുടെ അതിനപ്പുറത്ത്, കേരളക്കാരക്കപ്പുറത്ത് തെലുങ്കിലും കന്നഡയിലും തമിഴിലുമായി അവർ വിവിധ ചിത്രങ്ങൾ ചെയ്യുന്നു. അങ്ങനെ 300-ലധികം ചിത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ചലച്ചിത്ര താരത്തിന്റെ വിയോഗം വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ ചലച്ചിത്ര മേഖലയിലുള്ളവരും അതോടൊപ്പം തന്നെ സാധാരണക്കാരും എല്ലാവരും തന്നെ അറിഞ്ഞത്. ആ ഒരു ഞെട്ടലിന്റെ ആ ഒരു വിയോഗത്തിനൊടുവിലാണ് ഇപ്പോൾ അവരുടെ മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുന്നത്. നമുക്കറിയാം, വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ വ്യക്തിയുടെ വിയോഗം, അത് പലർക്കും ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്നതാണ് ഈ നാട്ടുകാരുടെ അടക്കമുള്ള ഒരു പ്രതികരണം. എന്നാൽ ഈ ഒരു വിയോഗത്തിലും അതിന്റെ സങ്കടം മനസ്സിൽ ഒളിപ്പിക്കുമ്പോൾ തന്നെ ഈ ഒരു കലാകാരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിക്കൊണ്ടാണ് ഇപ്പോഴും നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം, അവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2012 ഇറങ്ങിയ തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിനാണ് ദേശീയ പുരസ്കാരം നേടിയത്. ഈ സഹനടിക്കുള്ള ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ കൽപ്പനയെ അതിന്റെ ഏറ്റവും പൂർണ്ണമായ ചടങ്ങുകളോട് തന്നെ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ 5:30 കൂടിയായിരിക്കും ആരംഭിക്കുക. 5:30 തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ശ്മശാനത്തിലാണ് അവിടെ സംസ്കാര ചടങ്ങുകൾ. അവിടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകളാണ് അവിടെ ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് അവിടെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 3 മണി വരെയാണ് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിലുള്ള ഹാളിൽ അവരുടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം വീട്ടിലായിരിക്കും 1 മണിക്കൂർ. അവിടെ ഏതാനും കർമ്മങ്ങൾ, മത ആചാര പ്രകാരമുള്ള കർമ്മങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുക. ഏതായാലും ഇപ്പോഴും 12:30 കൂടെ നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു കൽപ്പനയെ അവസാനമായി കാണുന്നതിന്. അതിനുശേഷം ഇപ്പോൾ 1:45 കൂടെയാണ് തൃപ്പൂണിത്തുറയിലെ ഈ ഹാളിലേക്ക് എത്തിയത്. ആ ഒരു ശേഷവും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്കാണ്. അവർക്ക് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള അതോടൊപ്പം ആ ഒരു സൗഹൃദ വലയം, അതോടൊപ്പം തന്നെ സിനിമയിലുമായി അവർ നിറഞ്ഞു നിന്ന ആ കാലഘട്ടം, തുടക്കം മുതലുള്ള ആ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ കാണുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ ഒഴുക്ക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. 3 മണി വരെയാണ് ഇവിടുത്തെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ ജനങ്ങളുടെ ഒഴുക്ക് ചലച്ചിത്ര മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഒഴുക്ക് തുടരുകയാണ് എങ്കിൽ 3:30 വരെ നീട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചു ഞാൻ, സിദ്ദീഖ്, കുക്കു പരമേശ്വരൻ, ഇടവേള ബാബു, സീനത്ത്, ഭാഗ്യലക്ഷ്മി, രമ്യ നമ്പീശൻ തുടങ്ങിയിട്ടുള്ള താരങ്ങൾക്കൊപ്പം തന്നെ ഹൈസി അശോകൻ, ലാലലക്സ്, കാവ്യമാധവൻ, മമത മോഹൻദാസ് തുടങ്ങിയിട്ടുള്ള താരങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംവിധായകരും നിർമ്മാതാക്കളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടം അത്തരത്തിലും വന്നിട്ടുണ്ട്. അതോടൊപ്പം പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് നിരവധി പേരുടെയും ഒഴുക്കാണ് ഇപ്പോൾ ഇങ്ങോട്ട് തുടരുന്നത്. 3:30 വരെ ഈ വിധത്തിൽ ഇങ്ങനെ ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള ദർശനങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിൽ പൊതുദർശനം 3:30 വരെ നീട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും 1:45 തുടങ്ങിയ ഈ പൊതുദർശനം ഇപ്പോൾ തുടരുകയാണ്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഉള്ളത്. വ്യക്തമാണ്. നടി കൽപ്പനയുടെ മൃതദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ചലച്ചിത്ര സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരായ ജനങ്ങളും ഇപ്പോൾ പ്രിയനടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.